വിശുദ്ധ യൗസ്യപിതാവിന്റെ പേരിലുള്ള കേരളത്തിലെ രണ്ടാമത്തെ പള്ളിയാണ് പാവറട്ടിപ്പള്ളി. പരിമിതമായ വർഷങ്ങൾ കൊണ്ടാണ് പാവറട്ടി വിശുദ്ധ യൗസ്യപിതാവിന്റെ തീർത്ഥകേന്ദ്രം ദക്ഷിണേന്ത്യയിലെ പ്രശസ്തമായ തീർത്ഥകേന്ദ്രങ്ങളിൽ ഒന്നായി വളർന്നത്. ഭാഗ്യസ്മരണാർഹനായ 9-ാം പിയൂസ് പാപ്പ വിശുദ്ധ യൗസ്യപിതാവിനെ സാർവത്രിക സഭയുടെ മധ്യസ്ഥനായി പ്രഖ്യാപിക്കുകയും ഉയിർപ്പ് തിരുനാളിന് ശേഷമുള്ള 3-ാമത്തെ ബുധനാഴ്ച തിരുനാൾ ദിനമായി തീരുമാനിക്കുകയും ചെയ്തിരുന്നു. പാവറട്ടിപ്പള്ളി രൂപീകൃതമായപ്പോൾ വിശുദ്ധ യൗസ്യപിതാവിന്റെ മാധ്യസ്ഥം ചർച്ചകളിൽ ഉയർന്നു വരികയും അതേ തുടർന്ന് സാർവത്രിക മാധ്യസ്ഥനായ വിശുദ്ധ യൗസ്യപിതാവിനെ ഇടവക മധ്യസ്ഥനായി തിരഞ്ഞെടുക്കുകയും ചെയ്തു. യൗസ്യപിതാവിന്റെ മാധ്യസ്ഥ തിരുനാൾ പാവറട്ടി ഇടവകക്കാർ തിരുനാളായി തീരുമാനിക്കുകയും സൗകര്യാർത്ഥം ബുധനാഴ്ചയ്ക്ക് പകരം ഞായറാഴ്ച പെരുന്നാൾ ആഘോഷിക്കുവാനും തുടങ്ങി. ആളൂർ പള്ളിയാണ് സെന്റ് ജോസഫിന്റെ പേരിലുള്ള ആദ്യത്തെ പള്ളി. വിശുദ്ധന്റെ പേരിലുള്ള രണ്ടാമത്തെ പള്ളിയായ പാവറട്ടി പരിമിതമായ വർഷങ്ങൾ കൊണ്ട് പ്രശസ്തമായത് വിസ്മയാവഹമാണെന്ന് അധ്യാപകനും ചരിത്രകാരനുമായ റാഫി നീലങ്കാവിൽ അഭിപ്രായപ്പെട്ടു. സാർവത്രിക സഭയുടെ മധ്യസ്ഥനായി മാർപ്പാപ്പ വിശുദ്ധ യൗസ്യപിതാവിനെ തെരഞ്ഞെടുത്തതിന് ശേഷം ആ കാലഘട്ടത്തിലാണ് പാവറട്ടി പള്ളിയുടെ ആരംഭം. അതുകൊണ്ടാണ് വിശുദ്ധ യൗസ്യപിതാവിനെ പാവറട്ടി പള്ളിയുടെ ഇടവക മധ്യസ്ഥനായിട്ട് പാവറട്ടിക്കാർ തെരഞ്ഞെടുക്കുന്നത്. കേരള ചരിത്രത്തിലെ സഭാ ചരിത്രത്തിലെ വിശുദ്ധ യൗസ്യപിതാവിനെ തെരഞ്ഞെടുത്ത രണ്ടാമത്തെ ഇടവകയാണ് പാവറട്ടി പള്ളി.